ഇപ്പം ഈ പറയുന്ന ഗീതു മോഹൻദാസിന്റെ തന്നെ ലേറ്റസ്റ്റ് മൂവി ട്രെയിലർ ഞാൻ ഈ പറഞ്ഞ യാഷിന്റെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയ ഒരു ഗ്ലിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ സിനിമയും ലൈഫും കമ്പയർ ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റ് സിനിമകളെ വിമർശിക്കുന്നത്? നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാമെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു സിനിമയിൽ അത് വരുമ്പം നിങ്ങൾ പിരികൊടുത്ത് വിട്ട് സെയ്റ്റ് നിങ്ങൾ പറയൂ. അതിനെതിരെ പറഞ്ഞിട്ട് സ്വന്തം സിനിമയിൽ അത് തന്നെ കാണിച്ചു വെക്കും. And I wouldn't want to say it. And one of Kasaba. അപ്പം ഞാൻ പൊട്ടനാ? നമ്മുടെ KGF റോക്കി ബായ് യഷ്, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ടോക്സിക്കിന്റെ ഒരു ഗ്ലിംസ് പോലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ വിഷ് ഡെഡിക്കേറ്റഡ് ടീസർ പോലൊരു സാധനം. അപ്പൊ അത് വന്നപ്പോൾ തൊട്ട് പല ആളുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഫെമിനിസം, ഗീതു മോഹൻദാസ്, പാർവതി തിരുവോത്ത്, ഇങ്ങനെയുള്ള പല പേരുകളും ഇതിൽ വന്നു പോകുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പം അത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ 1-2 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആണ് ഇവരുടെ വിർച്വൽ വേൾഡ് ആണ്. സോ ഈ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ ഫെമിനിസം ഇതിനെയൊക്കെ വളരെയധികം ഘോരമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പ്രസംഗിക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇക്വാലിറ്റി എന്നാണ്. അല്ലാതെ സ്ത്രീകളെ ഉയർത്തി കാണിക്കുക, പുരുഷന്മാരെ അടിച്ചമർത്തുക എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഈ ഒരു ആശയം ഉയർത്തിപ്പിടിക്കുന്ന ചില ആളുകൾ, എല്ലാ ആളുകളും അല്ല, ചില ആളുകൾ, റിയൽ ആയിട്ടുള്ള ഫെമിനിസ്റ്റുകൾ ഒരുപാടുണ്ടാവും. ചില ആളുകൾ അവര് ശരിക്കും പറഞ്ഞ ഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാനല്ല, പക്ഷെ കൂടുതൽ പുരുഷന്മാരെ സ്ത്രീകളെയും 2 തട്ടിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മളെന്താ പറയുക, ചില രാഷ്ട്രീയ പാർട്ടിക്കാര് മതവിദ്വേഷം കുത്തിവെച്ച് ഒരു ജാതിക്കാരെ ഒരു പാർട്ടി, മറ്റൊരു ജാതിക്കാരെ മറ്റൊരു വിഭാഗമാക്കുക എന്നൊക്കെ അങ്ങനെ ശ്രമിക്കുന്ന പോലെ പുരുഷന്മാരെ ഒരു തട്ടിലാക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ മറ്റൊരു തട്ടിലാക്കുക, ഇവർ തമ്മിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ശ്രമിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇക്വാലിറ്റിക്ക് ശ്രമിക്കുന്നു എന്നുള്ള പേരിൽ കൂടുതൽ ഇൻഇക്വാലിറ്റി ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവർ. അവർ ഇക്വാലിറ്റി എന്ന് പറയും, പക്ഷെ അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണം, സ്പെഷ്യൽ കൺസിഡറേഷൻസ് വേണം. അവർ ജസ്റ്റിസ് എന്ന് പറയും, പക്ഷെ അവർക്ക് പേഴ്സണലി ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് അവർക്ക് ജസ്റ്റിസ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരിക്കലും വിമണിനെതിരല്ല അല്ലെങ്കിൽ ഫെമിനിസത്തിനെതിരല്ല. ഇത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള, സൊസൈറ്റി കുറച്ചുകൂടെ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതിനെതിരാണ് സ്യൂഡോ ഫെമിനിസം അല്ലെങ്കിൽ ഫേക്ക് ഫെമിനിസം ഒരു പ്രൊപ്പഗൻഡയായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പേഴ്സണൽ വെപ്പൺ ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റിയൽ ഫെമിനിസം എന്ന് പറയുന്ന ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറയുന്ന സ്യൂഡോ ഫേക്ക് ഫെമിനിസം എന്ന് പറയുന്നത് അത് കൺട്രോൾ, അറ്റൻഷൻ, അഡ്വാൻറ്റേജ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. സൊസൈറ്റിക്ക് മുകളിൽ ഇവർക്കൊരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക. ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നത് അംഗീകരിച്ച് തരണം എന്ന് പറയുന്ന രീതിയിൽ മൊത്തത്തിലൊരു കൺട്രോൾ ഇവർക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്യൂഡോ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫേക്ക് ഫെമിനിസ്റ്റ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ സ്യൂഡോ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫേക്ക് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അത് സ്ത്രീകൾ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിലുപരി ഒരുപാട് പുരുഷന്മാരുണ്ട് ഈ സ്യൂഡോ ഫെമിനിസം, ഫേക്ക് ഫെമിനിസം ഒക്കെ. അവരുടെ ഉദ്ദേശം വേറെയാണ്, അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അപ്പൊ നമുക്ക് കുറച്ച് ലോജിക്കലായിട്ട് ശരിക്കുള്ള ഫെമിനിസം എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീക്കും പുരുഷനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ റെസ്പെക്ട്, ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ അക്കൗണ്ടബിലിറ്റി, ഇങ്ങനെയുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്ന, പ്രോഗ്രസീവ് ആയിട്ടുള്ള സമൂഹത്തിന് വളരെയധികം ആവശ്യമുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിയൽ ഫെമിനിസം ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് ശരിയായിട്ടുള്ള ഈക്വൽ സാലറി, ഈക്വൽ എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നോർത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും പെൺകുട്ടികളെ പഠിക്കാൻ വിടണ്ട, ആൺകുട്ടികളെ പഠിക്കാൻ വിട്ടാൽ മതി എന്നൊക്കെ പറയുന്ന ചില കുഗ്രാമങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ കേരളത്തിലെ ഒരു സർക്കംസ്റ്റാൻസ് വെച്ചല്ല, കേരളത്തിലെ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇപ്പോൾ പഠിക്കുന്നത് സ്ത്രീകളാണ്. അതുപോലെ വർക്ക് സ്പേസ് ഇക്വാലിറ്റി, പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ്, അപ്പൊ ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇന്നും ഇപ്പോഴും പല സ്ത്രീകളും വയലൻസ് നേരിടുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന സാലറിയിലുള്ള ഡിഫറൻസ് നേരിടുന്നുണ്ട്, പല തരത്തിലുള്ള സോഷ്യൽ റെസ്ട്രിക്ഷൻസ് നേരിടുന്നുണ്ട്, സേഫ്റ്റി ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതാണ് റിയൽ ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സോഷ്യൽ അറ്റൻഷൻ കിട്ടാനും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മുകളിൽ എനിക്കൊരു പവർ വേണം എന്നാഗ്രഹിക്കുന്ന, മറ്റ് ആളുകളെ അടിച്ചമർത്തി മുകളിൽ വരണം എന്നാഗ്രഹിക്കുന്നതല്ല റിയൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതാണ് സ്യൂഡോ ഫെമിനിസം, അതാണ് ഫേക്ക് ഫെമിനിസം. അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് പല ആളുകൾ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു നെഗറ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം ഈ തരത്തിലുള്ള ഈ പറയുന്ന ആളുകൾ കാരണമാണ്. ശരിയായിട്ട് അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം അക്സെപ്റ്റൻസ് ഉള്ള വലിയൊരു പോസിറ്റീവായിട്ട് എല്ലാ ആളുകളും, കുറച്ച് ആളുകൾ മാത്രമല്ല എല്ലാ ആളുകളും കാണുന്ന ഒരു വേർഡായിട്ട് അത് മാറിയാണ്, ഒരു കോൺസെപ്റ്റ് ആയിട്ട് അത് മാറിയാണ്. ഇന്ന് ഈ ഫെമിനിസം ഒരു ടൂൾ ആയിട്ട് മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിക്ടിം കാർഡ് ഇറക്കുക, ആങ്കർ കാണിച്ച് അറ്റൻഷൻ നേടിയെടുക്കുക, അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വളരെയധികം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റീലാണ് ഒരു പെൺകുട്ടി മാസ്ക് വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്ന അടുത്തിരുന്ന ഒരു പുരുഷന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പച്ച മലയാളത്തിലുള്ള ചീത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും
ഹെയ്റ്റ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. നിനക്ക് അറ്റൻഷനും റീച്ചും ആണ് ആവശ്യമെങ്കിൽ മറ്റു പല കാര്യങ്ങളും നോക്കുക എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ആഭാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ പബ്ലിക്കായിട്ട് എന്ന് ചീത്ത വിളിക്കുന്നത് ഞാൻ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല, ഞാൻ അംഗീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ സമൂഹം അങ്ങനെയാണ്, അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അതിനെതിരെ റിയാക്ട് ചെയ്യും. ഇനി സ്യൂഡോ ഫെമിനിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറച്ച് പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഫീമെയിൽ വാലിഡേഷൻ അല്ലെങ്കിൽ ഫീമെയിൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ്. ഇവർ ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്ത്രീകളിൽ നിന്ന് റിജക്ഷൻസ് അല്ലെങ്കിൽ ഒട്ടും ഫീമെയിൽ അറ്റൻഷൻ കിട്ടാത്ത രീതിയിൽ ചിലപ്പോൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും അവർ ഇങ്ങനൊരു കൺസെപ്റ്റിനെ കുറിച്ച് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പിക് മീ ഗായ് എന്നൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ടേംസിൽ പറയുന്ന പോലെ വളരെ ശക്തമായിട്ട് ഫെമിനിസത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ മറ്റ് ജെൻഡറുകളെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക. പുരുഷന്മാർ അങ്ങനെയാണ്, പുരുഷന്മാർ ഇങ്ങനെയാണ്, ആണുങ്ങൾ കൊള്ളില്ല, ആണുങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതുപോലെ എക്സ്ട്രീം സ്യൂഡോ ഫെമിനിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇക്വാലിറ്റി അല്ല ഓവർ ദ ടോപ്പ് എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുടെ അറ്റൻഷൻ നേടിയെടുക്കുക. അപ്പൊ ഇവരിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അവർ വന്നിട്ട് കമന്റ് ചെയ്യും, ഓ ഇയാളൊരു ഗ്രീൻ ഫോറസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇയാൾ ഗേളീസ് ഗേൾ ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ഫീമെയിൽ അറ്റൻഷൻ ഇവർക്ക് കിട്ടും. സൈക്കോളജിക്കലി ഈ ഒരു അറ്റൻഷൻ വലിയ രീതിയിൽ ഇവർ എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അത് പോസ്റ്റ് ചെയ്യാനും തുടങ്ങും. കൂടുതൽ സ്വന്തം ജെൻഡറുള്ള പുരുഷന്മാരെ തെറി വിളിക്കുമ്പോൾ ഇയാൾ വലിയ തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഗായി ആണെന്നുള്ളൊരു മിഥ്യാധാരണ ഇവരിൽ ഉണ്ടാവും. ഇതാ ഞങ്ങളുടെ ഫെമിനിസ്റ്റുകളുടെ മിസ്സിയാ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരാധനയോടെ ഇത് നോക്കുമ്പോൾ ഇവരൊക്കെ അത് എൻജോയ് ചെയ്യും കൂടുതൽ. അപ്പോൾ ന്യായമോ നീതിയോ ഒന്നും നോക്കാതെ ഈ പറയുന്ന പോലെ ഒരു ജെൻഡറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാം. സ്യൂഡോ ഫെമിനിസ്റ്റുകളുടെ മിസ് ചെയ്യാം. ശരിക്കും അയാൾ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് ഇവർ അറിയുന്നുണ്ടാവില്ല. ഇവർ ചിലപ്പോൾ 1 മണിക്കൂർ പോലും ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ 1 മണിക്കൂർ പോലും ഇയാളുടെ കൂടെ ചെലവഴിച്ചിട്ടുണ്ടാകും. ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇയാളുടെ കൂടെ ചെലവഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത്. ഞാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങളൊന്നും 100% ജെന്യൂൻ അല്ല. ഒരാളും ഒരാളുടെ 100% ജെന്യൂൻ ക്യാരക്ടർ ആയിരിക്കില്ല സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. ഒരാളുടെ ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ നമുക്കറിയണമെങ്കിൽ കുറച്ച് നാളുകൾ നമ്മൾ അയാളുടെ കൂടെ ചെലവഴിക്കണം. അപ്പോൾ അയാൾക്ക് ഫേക്ക് ചെയ്യാൻ സാധിക്കില്ല. അയാളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഉള്ളിലുള്ള ക്യാരക്ടർ പുറത്തു വരും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നത് മാത്രം കണ്ട് ചിലപ്പോൾ അയാൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അയാളുടെ റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ. വളരെ മാന്യന്മാരായിട്ട് വളരെ നല്ല കാര്യങ്ങൾ പറയുന്ന പല ആളുകളും എക്സ്പോസ്ഡ് ആകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവരവരുടെ റിയൽ ലൈഫിൽ ചെയ്യുന്നത്. അപ്പൊ അതും ഒരു തരത്തിലുള്ള പിക്നി അല്ലെങ്കിൽ ഫീമെയിൽ അറ്റൻഷൻ വാലിഡേഷൻ നേടിയെടുക്കാനുള്ള ചില തത്രപ്പാടുകളാണ് ചില ആളുകളുടെ. എല്ലാ ആളുകളെയല്ല ഞാൻ പറയുന്നത്, ചില ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നിങ്ങൾ തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സ്ത്രീകൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓടി വരിക, അതിനെപ്പറ്റി ഘോരമായിട്ട് അതെന്താ ഏതാണെന്നൊന്നും അറിയാതെ ഘോരമായിട്ട് സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അറ്റൻഷൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. പക്ഷെ അവര് ഇതിന്റെ റിയൽ റീസൺ എന്താണ്, ഇതിന്റെ കാര്യം എന്താണ്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇതൊന്നും അന്വേഷിക്കില്ല. പക്ഷെ അത് ഒരു പ്രോഗ്രസീവ് ആയിട്ടാണ് പല ആളുകളും കൺസിഡർ ചെയ്യുന്നത്. അത് റിയൽ ഫെമിനിസം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഒരു ജെൻഡറിനെ അടിച്ചു താഴ്ത്തിക്കൊണ്ടാവരുത് മറ്റൊരു ജെൻഡറിനെ ഉദ്ധരിക്കേണ്ടത്. അതിപ്പോ നമ്മൾ പഴയ കാലത്ത് പേട്രിയാർക്കിക്ക് ഈക്വലാണ്. എന്താണ് ഡിഫറൻസ്? അന്നത്തെ കാലത്ത് പുരുഷന്മാർ സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്നു, ഇന്ന് നേരെ തിരിച്ചു ശ്രമിക്കുന്നു. അപ്പൊ അതല്ല, ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ കൺസിഡറേഷൻസ് ഇതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടത് ഇക്വാലിറ്റി അല്ല, മോറൽ സുപ്പീരിയോറിറ്റി, ഓൺലൈൻ വാലിഡേഷൻ, ലീഗൽ അഡ്വാൻറ്റേജ്. നമുക്കറിയാം വളരെയധികം ലീഗൽ അഡ്വാൻറ്റേജസ് ഒക്കെ ഇപ്പൊ ലഭിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റ്, പിന്നീടാണ് കാര്യകാരണങ്ങൾ അന്വേഷിക്കുന്നത്. ചിലപ്പോൾ വളരെയധികം നാള് ജയിലിൽ കിടന്നതിന് ശേഷമായിരിക്കും ഇയാൾ നിരപരാധിയാണെന്നറിയുന്നത്. അയാൾക്ക് അയാളുടെ സൽപ്പിന് നഷ്ടപ്പെട്ടു, കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെട്ടു. ആ കുറച്ച് നാളുകൾ കൊണ്ട് അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ജീവിതം തന്നെ കൈവിട്ടു പോകും. അപ്പൊ അതും ഒരു മനുഷ്യജീവിയാണ്, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഫെമിനിസം. അതുപോലെ സോഷ്യൽ ഇമ്മ്യൂണിറ്റി. അപ്പൊ ഈ സ്യൂഡോ ഫെമിനിസം അല്ലെങ്കിൽ ഫേക്ക് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ, എനിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ കൺവെൻഷനലായി, കൺസർവേറ്റീവായി, റിഗ്രസീവായി, ബാക്ക്വേർഡായി, ഇങ്ങനെയുള്ള പല കാർഡുകളും ഇറക്കി അയാളെ അടിച്ചമർത്തുക. ഇപ്പം ഈ പറയുന്ന ഗീതു മോഹൻദാസിന്റെ തന്നെ ലേറ്റസ്റ്റ് മൂവി ട്രെയിലർ, ഞാൻ ഈ പറഞ്ഞ യാഷിന്റെ ഒരു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇറക്കിയ ഒരു ഗ്ലിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതില് സെക്ഷുവലൈസേഷന്റെ നല്ലൊരു എക്സ്ട്രീം തന്നെ കാണിക്കുന്നുണ്ട്. ഒരു സിനിമയുടെ കാര്യത്തിൽ ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. സിനിമയ്ക്ക് ചിലപ്പോൾ ആ സീൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഐഡിയോളജി ഒരു ഭാഗത്ത്, പ്രവൃത്തികൾ വേറൊരു ഭാഗത്ത്. അപ്പൊ സിനിമയും ലൈഫും കമ്പയർ ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റ് സിനിമകളെ വിമർശിക്കുന്നത്? നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാമെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു സിനിമയിൽ അത് വരുമ്പം നിങ്ങൾ പിരികൊടുത്ത് വിട്ട് സെയ്റ്റ് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അതിനെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഇറക്കി വിട്ട് അതിനെതിരെ പറഞ്ഞിട്ട് സ്വന്തം സിനിമയിൽ അത് തന്നെ കാണിച്ചു വെക്കുക. ദാറ്റ്സ് സ്യൂഡോ ഫെമിനിസം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊരു സിനിമ കാണുമ്പോൾ അതിനെ വിമർശിക്കാതിരിക്കുക, എന്നിട്ട് സ്വന്തം സിനിമയിൽ കാണിച്ചോളൂ. ലൈഫ് വേറെ, സിനിമ വേറെ. സിനിമ എന്ന് പറയുന്ന ഒരു
ഇമാജിനേഷനാണ്, ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അതിനകത്ത് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണിക്കും. നല്ല ആൾക്കാർ മാത്രമല്ല മോശം ആൾക്കാരും ലോകത്തുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ സെയിം ലോജിക് ഈസ് ആപ്ലിക്കബിൾ ടു അനദർ മാൻസ് ഫിലിം. അപ്പൊ അതിനെ വിമർശിക്കുകയും എന്നിട്ട് നേരെ ആ ഓപ്പോസിറ്റ് പരിപാടി ഇവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നത് മലയാളത്തിൽ വേറെ വേടാണ് പറയുന്നത്, ഞാൻ പറയുന്നില്ല. സോ എന്തായാലും ഈ സ്യൂഡോ ഫെമിനിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ എക്സ്പോസ്ഡ് ആകുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. ഇനിയും കൂടുതൽ സ്യൂഡോ ഫെമിനിസ്റ്റുകളൊക്കെ എക്സ്പോസ്ഡ് ആവാനിരിക്കുന്നു. റിയൽ ഫെമിനിസം വളരാനും അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. ഈ സ്യൂഡോ ഫെമിനിസ്റ്റുകൾക്ക് ഫെമിനിസം വേണ്ടത് അവർക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോൾ മാത്രമാണ്. ഒരു ഒന്നാമത്തെ ഒരു സൈൻ പറയുകയാണെങ്കിൽ ഈക്വൽ പേ വേണം. യെസ് വേണം, ഞങ്ങൾക്ക് ഈക്വൽ പേ വേണം. ഈക്വൽ റെസ്പോൺസിബിലിറ്റി വേണം, വേണ്ട. ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് എടുക്കാൻ തയ്യാറല്ല. ഈക്വൽ പേ ഒക്കെ വേണമെങ്കിൽ തന്നു, പക്ഷേ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് അതിന്റെ പ്രിവിലേജ് വേണം. ഫ്രീഡം വേണം. യെസ്, ഞങ്ങൾക്ക് ഫ്രീഡം വേണം. നിങ്ങളുടെ ആക്ഷൻസിന് അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ, അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ്, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ ആക്ഷൻസിന് അക്കൗണ്ടബിലിറ്റി പാടില്ല. ദേ ഡിമാൻഡ് ജെൻഡർ ന്യൂട്രൽ പ്രിവിലേജസ് ബട്ട് റിജക്ട് ജെൻഡർ ന്യൂട്രൽ കോൺസിക്വൻസസ്. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം. പക്ഷേ ജെൻഡർ ന്യൂട്രലായിട്ട് തന്നെ സംഭവിക്കുന്ന മറ്റ് കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇക്വാലിറ്റി വേണം, പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന സ്പെഷ്യൽ റിസർവേഷൻ വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഇപ്പൊ ഇക്വാലിറ്റി എന്ന് പറയുന്നത് റിയൽ ആണെങ്കിൽ ഇത് രണ്ട് രീതിയിലും വർക്ക് ചെയ്യണം. അതാണ് ഇക്വാലിറ്റി. ഇപ്പൊ ഇത് പറയുമ്പോൾ പലതരത്തിലുള്ള സ്യൂഡോ ഫെമിനിസ്റ്റുകളും പേഴ്സണലായിട്ട് വന്ന് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതെനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞതിൽ 1% പോലും തെറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് കാര്യമാക്കുന്നില്ല. ഞങ്ങളെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യൂ, പക്ഷേ ഈക്വലായിട്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്യരുത്. ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ്, ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾ ഈക്വലായിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിലെവിടെയാണ് ഇക്വാലിറ്റി? അപ്പോൾ ഇതൊരിക്കലും ഫെമിനിസം അല്ല. ദാറ്റ്സ് കൺവീനിയൻസ് ബേസ്ഡ് ആക്ടിവിസം. സൈൻ നമ്പർ 2, യൂസിങ് മെൻ ആസ് എ കോമൺ എനിമി. പുരുഷന്മാരെ ശത്രുക്കളായിട്ട് കാണുക, പുരുഷന്മാരെ ശത്രുക്കളാണ് എന്നുള്ളൊരു ഇമേജ് പബ്ലിക്കിലേക്ക് കൊടുക്കുക, അങ്ങനെ ചെറിയ കുട്ടികളെ പോലും ബോധവൽക്കരണം ചെയ്തെടുക്കുക. ഈ ഫേക്ക് ഫെമിനിസം സർവൈവ് ചെയ്യുക എന്ന് തന്നെ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള വില്ലന്മാരെ സൃഷ്ടിച്ച ആളുകൾക്ക് മുന്നിൽ നിർത്തി കൊടുത്തിട്ടാണ്. അങ്ങനെ ഒരു ഹെയ്റ്റിൽ കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും ലവ് അല്ലെങ്കിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇതൊന്നുമല്ല ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗണ്ട. ഇവരുടെ മെയിൻ കാർഡ്സ് ഹെയ്റ്റ്, വില്ലനിസം, ഇതൊക്കെയാണ് ഒരു മെയിൻ ആയിട്ട് മുന്നിൽ വെക്കുന്ന കാര്യങ്ങൾ. പാട്രിയാർക്കിക്കെതിരെ അല്ലെങ്കിൽ ബാഡ് സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ ടോക്സിക് ബിഹേവിയറിനെതിരെ പോരാടുന്നതിന് പകരം അവര് മെൻ എന്ന് പറയുന്ന ഒരു ജെൻഡറിനെതിരെയാണ് ഇവരുടെ ആക്ടിവിസം അഴിച്ചുവിടുന്നത്. ഇപ്പൊ ജസീല പർവീൻ എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസ് കഴിഞ്ഞ ദിവസം അവരുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ നടത്തുന്ന ഒരാളുമായിട്ട് അവർ ജീവിച്ചു വരികയായിരുന്നു. അയാളിൽ നിന്ന് വളരെ ബാഡായിട്ടുള്ള ഫിസിക്കൽ ഹാം അവർ കേൾക്കേണ്ടി വന്നു. വലിയ രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് അവരുടെ ആ ഒരു ബോയ് ഫ്രണ്ട് അവർ ചെയ്തു. പക്ഷെ അതിനെതിരെയൊന്നും ഈ പറയുന്ന ഒരു ഫെമിനിസ്റ്റുകളും, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വന്ന് സംസാരിക്കുന്ന ഈ ഒരു ഫെമിനിസ്റ്റുകളും പ്രതികരിച്ചില്ല. അവരുടെ ആ ഒരു പിക്ചേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രയും മോശപ്പെട്ട അനുഭവമാണ് അവർക്ക് അയാളിൽ നിന്നുണ്ടായത്. അയാൾക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു ശക്തമായിട്ട് പ്രതികരിക്കാഞ്ഞത്? അവിടേക്കാണ് ശരിക്കും ഇവരിറങ്ങി പ്രതികരിക്കേണ്ടത്. ഒരു സ്ത്രീ അത്രയും മോശമായിട്ട് ആക്രമിച്ച് അവരുടെ ചുണ്ട് തന്നെ ഇത്രയും പൊട്ടി ഒരു പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്യേണ്ടി വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വലിയ സ്റ്റിച്ചൊക്കെ ഇട്ട് ചുണ്ടിങ്ങനെ വിട്ടുപോയി രണ്ട് സൈഡിലേക്ക്. അവരൊരു ആക്ട്രസ് ആണ്, ഒരു ഫേസ് കൊണ്ട് അവരുടെ ആ ഒരു മുഖമാണ് അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത്. ഒരു ആക്ടറിന് ഏറ്റവും വലിയ അവരുടെ ഫേസ് ആണ്. അപ്പോൾ അവർക്ക് കുറെ നാൾ ഈ ഫേസിൽ ഇങ്ങനെ ബാൻഡേജ് ആയി കാരണം അവർക്ക് വർക്ക് ചെയ്യാൻ പോലും സാധിച്ചില്ല. അപ്പോൾ അവരുടെ ജീവിതമാർഗത്തിനെ തടയുന്ന ഒരു കാര്യമല്ലേ അത്? അതിനൊന്നും എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി പ്രതികരിച്ചോ എന്നറിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഞാൻ എവിടെയും അതിനെതിരെ ആരും പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഒന്നും കണ്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇവർക്ക് പേടിയാണോ? അതോ അയാൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെന്ന് വിചാരിച്ചിട്ടാണ്? ഇയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ ഇയാളെ ഞങ്ങളെ ഒന്ന് ആക്രമിക്കുമെന്ന് പേടിച്ചിട്ടാണ്? അപ്പൊ ഇവരെന്ന് പറയുന്നത് ഇവർക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ആലോചിച്ചിട്ട് വെറുതെ പോകുന്നവന്റെ മെക്കിട്ട് കയറുക, ഒന്നും തിരിച്ച് ചെയ്യില്ല എന്നുറപ്പുള്ളവന്റെ മെക്കിട്ട് കയറുക, മെൻ ഒരു ജെൻഡറായിട്ട് കണ്ടിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുക. എല്ലാ ആണുങ്ങളും മോശക്കാരാണ്, പുരുഷന്മാരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം, പുരുഷന്മാർ സൈലന്റ് ആയിട്ടിരിക്കണം. അപ്പൊ ഇതൊന്നും ഒരു എംപവർമെന്റ് അല്ല. ഇതൊക്കെ പേട്രിയാർക്കിയുടെ മറ്റൊരു വേർഷൻ, ജെൻഡർ ഹേറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ദ ഐറണി, ഇതേ ആളുകൾ തന്നെ പറയും ഡോണ്ട് ജനറലൈസ് വിമൻ. സ്ത്രീകളെ ജനറലൈസ് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യും. പുരുഷന്മാരെല്ലാം ജനറലൈസ് ചെയ്ത് ജെൻഡർ കാർഡ് ഇറക്കി അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. സ്യൂഡോ ഫെമിനിസ്റ്റുകൾ, ഒരിക്കലും റിയൽ ആയിട്ടുള്ള ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളെ കുറിച്ച് വല്ല പറയുന്നത് നിങ്ങൾക്കെതിരെയുള്ളൊരു ഇതായിട്ട് ഒരിക്കലും കാണരുത്. നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് സംസാരിക്കുന്നത് ഫേക്ക് മുഖംമൂടി എടുത്തു വെച്ചിരിക്കുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഫേക്ക് ഫെമിനിസ്റ്റുകളെ കുറിച്ചാണ്. യു ക്യാൻ ഫൈൻഡ് ഡിസ്ക്രിമിനേഷൻ ബൈ ബിക്കമിങ് എ ഡിസ്ക്രിമിനേറ്ററി. സ്വയം ആളുകളെ വേർതിരിച്ച് കാണുന്ന ഒരാളായിക്കൊണ്ട് വേർതിരിവിനെതിരെ നമുക്ക് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിൽ ആളുകളെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉന്നത ജാതിക്കാരനെന്നോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനെന്നോ ഒക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്ത്
എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഫൈറ്റ് ചെയ്ത് അതിനെ മാറ്റണം. എന്നിട്ട് വേണം നമ്മുടെ സമൂഹത്തിൽ അത് മാറ്റാൻ ഇറങ്ങിത്തിരിക്കുക. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെ ഡാമേജ് ചെയ്യും. ജെൻഡേഴ്സ് തമ്മിലുള്ള വിശ്വസ്തതയെ അത് ഡാമേജ് ചെയ്യും. ഇപ്പൊ പല പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കാൻ പേടിയാണ്. കാരണം ഈ തരത്തിലുള്ള ന്യൂസുകളാണ് അവർ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ പുരുഷന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, പുരുഷന്മാരെ നിങ്ങളെ അടിച്ചമർത്തും, നിങ്ങളെ ദ്രോഹിക്കും, നിങ്ങളെ അടിമയാക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇഞ്ചക്ട് ചെയ്ത് രണ്ട് തട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടത് പവർ, അറ്റൻഷൻ, പറയുന്ന പ്രിവിലേജസ് ഒക്കെയാണ്. അപ്പൊ അതിന് ഈ രണ്ടുപേരും രണ്ട് തട്ടിൽ നിന്നാൽ മാത്രമേ ഇവർക്ക് ഇതിങ്ങനെ റൂൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ അടിച്ചമർത്തൽ എന്ന് പറയുന്ന ഈ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വരെ ഇത് കുത്തിവെച്ചാണ് ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചെറിയ പെൺകുഞ്ഞുങ്ങൾ വരെ മറ്റു ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഈ ഒരു പേടി ഉള്ളിൽ വെച്ചിട്ടാണ് വളർന്നു വരുന്നത്. അതുപോലെ നേരെ ബോയ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ വളർന്നു വരുന്നത് ഞങ്ങളെന്തോ കുഴപ്പക്കാരാണോ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇപ്പൊ ആണുങ്ങളെന്ന് പറഞ്ഞാൽ മോശക്കാരാണോ എന്ന് പറയുന്ന ഒരു കുറ്റബോധം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവർ വളർന്നു വരുന്നത്. സൈൻ 3, വിക്ടിം കാർഡ് ആസ് എ ലൈഫ് സ്ട്രാറ്റജി. റിയൽ വിക്ടിംസിന് വേണ്ട ജസ്റ്റിസ് ആണ്, നീതിയാണ്, അല്ലാതെ ഒരു ഡിബേറ്റ് അല്ല. ഈ പറയുന്ന ഫേക്ക് ഫെമിനിസം വിക്ടിംഹുഡിനെ റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ്. അതിനെ ഈ വിക്ടിംഹുഡിനെ എന്തോ ഒരു സെൽഫ് പ്ലഷർ കിട്ടുന്ന റൊമാൻറ്റിക് ഫീലിംഗ് പോലെ ആക്കി എടുക്കുകയാണ്. എവറിത്തിങ് ബിക്കംസ് ഐ എം ഒപ്രസ്ഡ്, യു കാൺ ക്വസ്റ്റ്യൻ മീ, you are attacking women. Even valid criticism is labeled as misogyny, toxic masculinity, patriarchy, defense. അതായത് ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഈ പറയുന്ന പോലെ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത ഇതൊക്കെയായിട്ട് കണക്കാക്കി അതിനെ അങ്ങനെ ലേബൽ ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി അതിനെ പോളിഷ് ചെയ്ത് പാക്ക് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഡേഞ്ചറസ് കൾച്ചറായിട്ട് മാറാൻ അധിക താമസമൊന്നുമില്ല. സത്യം, നീതി എന്നൊക്കെ പറയുന്നത് ഇറലവൻ്റ് ആവും. അതിലൊന്നും ഒരു കാര്യമില്ല. സത്യം എന്താണ്, നീതി ഏതാണെന്ന ഒരു കാര്യം ഇല്ലാതാവും. ലോജിക്ക് ഒഫൻസീവ് ആവും. ലോജിക്ക് നോക്കുന്ന കാര്യമൊക്കെ മറക്കും. സൈലൻസ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ആവും. എന്ത് കാണിച്ചാലും നിങ്ങൾ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ മിസോജിനിസ്റ്റ് ആകും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ ആരാണ് ശരിക്കും സഫർ ചെയ്യാൻ പോകുന്നത്? ശരിയായിട്ടുള്ള വിക്ടിംസ്, യഥാർത്ഥ വിക്ടിംസ് ഇവിടെ സഫർ ചെയ്യും. കാരണം ഈ അനാവശ്യ നോയ്സിന്റെ ഉള്ളിൽ ശരിക്കും നീതി കിട്ടേണ്ട കുറെ സ്ത്രീകൾ അല്ലെങ്കിൽ നീതി കിട്ടേണ്ട വിക്ടിംസ് അവരെ ആരും കാണാതെയും കേൾക്കാതെയും പോകും. സൈൻ 4, ലീഗൽ ആൻഡ് സോഷ്യൽ മിസ്യൂസ്. ഇത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പാർട്ടാണ്, പക്ഷേ ഇത് നെസസറിയാണ്. ഇതിനൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. സ്ത്രീകളെ സംരക്ഷിക്കാൻ നിർമ്മിക്കപ്പെട്ട ചില നിയമങ്ങൾ ചില സമയത്ത് ഒരു ത്രെറ്റ് ആവാറുണ്ട്, ഭീഷണി ആവാറുണ്ട്, ഒരു റിവെഞ്ച് ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ട്, അവരൊരു പവർ മൂവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? വിശ്വസ്തത കുറയുകയാണ്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യുന്ന കാരണം ശരിക്കും ഈ നിയമത്തിന്റെ പ്രിവിലേജ് കിട്ടേണ്ട ആളുകൾക്ക് പോലും അങ്ങനെ അവരത് ചെയ്യുമ്പോൾ അതിന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതും ഫേക്ക് ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും അവർ കണക്കാക്കുന്നത്. ഈ സ്യൂഡോ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയമാണ് ബിലീവ് ഓൾ വുമൻ ഡോണ്ട് ക്വസ്റ്റ്യൻ അസ്. ഞങ്ങൾ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തെറ്റ് ചെയ്താൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം. അത് ജസ്റ്റിസിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ന്യായം ആർക്കാണോ അവർക്ക് ന്യായം ലഭിക്കണം. നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. നിങ്ങൾ പുരുഷനായതുകൊണ്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ആസ് എ ഹ്യൂമൻ തെറ്റ് ചെയ്താൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം. നീതി നടപ്പാക്കണം. അപ്പോൾ നീതി നടപ്പാക്കാൻ എവിഡൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ഫെയർ ഹിയറിംഗ് ഇതൊക്കെ അനിവാര്യമാണ്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇവരെന്ത് പറഞ്ഞാലും അതിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് ഇന്നസെന്റ് ആയിട്ടുള്ള കുറെ ജീവിതങ്ങളെ തകർക്കും, ഫാമിലീസിനെ നശിപ്പിക്കും, പല ആളുകളുടെയും കരിയർ നശിപ്പിക്കും, പല ആളുകളെയും മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അപ്പോൾ ഈ ഫേക്ക് ഫെമിനിസം അല്ലെങ്കിൽ സ്യൂഡോ ഫെമിനിസം അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എടുക്കുന്ന കുറച്ച് ആളുകളെ നോക്കുകയാണെങ്കിൽ കുറേ അധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്താലും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറേ ആളുകൾ. ഞങ്ങൾ ബെറ്റിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ ആളുകളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഹെൽത്ത് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്കാംസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യും, പക്ഷെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ ഫീമെയിൽ വാലിഡേഷൻ അല്ലെങ്കിൽ ഫീമെയിൽ അറ്റൻഷന് വേണ്ടി മറ്റാളുകളെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യും, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതുപോലെ ക്ലിക്ക് ബൈറ്റ് ക്രിയേറ്റേഴ്സ്, പൊളിറ്റിക്കൽ അജൻഡാസ്. ഇപ്പൊ ഈ ആളുകൾ എന്ന് പറയുന്ന അറ്റൻഷൻ അഡിക്റ്റഡ് ആണ്. പലരും അറ്റൻഷന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഒരാഴ്ചത്തേക്ക് ഒരു അറ്റൻഷനും കിട്ടുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അവർക്ക് തലയ്ക്ക് വട്ട് പിടിക്കുന്ന പോലെ ആവും. എന്ത് ചെയ്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരാൻ എന്നായിരിക്കും പിന്നെ അവർ ചിന്തിക്കുന്നത്. അത് വലിയൊരു ആപത്തായിട്ടുള്ള കാര്യമാണ്. അത് സമൂഹത്തിനും സൊസൈറ്റിക്കും എല്ലാത്തിനും. ഇങ്ങനെയുള്ള അറ്റൻഷൻ സീക്കേഴ്സ് അറ്റൻഷന് വേണ്ടി പല ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളോട് പറയാം. സ്ത്രീകളും പുരുഷന്മാരും ഒരിക്കലും ശത്രുക്കളല്ല, പരസ്പരം ശത്രുക്കളായിട്ട് കാണേണ്ട ആളുകളല്ല. എന്നാൽ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകേണ്ട രണ്ട് ജെൻഡേഴ്സാണ്. സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല, എല്ലാ ജെൻഡേഴ്സും. അപ്പോൾ മാന്യമായിട്ട് ജീവിക്കുന്ന എല്ലാ ആളുകളും മാന്യമായിട്ട് തന്നെ ഇടപഴകി മാന്യമായിട്ട് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും തന്നെ മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ആളുകളെയും ചിലപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റില്ല. സ്ത്രീകളിലും പുരുഷന്മാരിലും മറ്റ് ജെൻഡേഴ്സിലും തന്നെ മോശപ്പെട്ട ആളുകളും നല്ല ആൾക്കാരുമാണ്. നമുക്ക് പരസ്പരം ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയണം. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള നീതി നടപ്പാക്കണം. മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവണം. എല്ലാ ആളുകൾക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ അതിൽ ചില ആളുകൾ ഈ ഫെമിനിസം പോലുള്ള കാര്യങ്ങളൊക്കെ മറ്റ് ജെൻഡേഴ്സിന് മറ്റാളുകളെ സൈലന്റ് ആക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അൺഫെയർ അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കണം.
അതൊന്നും റിയൽ ഫെമിനിസം അല്ല. അതിന് പ്രൊപ്പഗണ്ട എന്നാണ് പറയുന്നത്. അതിനെതിരെ ആര് പ്രതികരിച്ചാലും അത് സ്ത്രീ വിരുദ്ധതയല്ല, അതൊരു സത്യം മാത്രമാണ്, ജസ്റ്റിസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഫെമിനിസത്തിലും ഇക്വാലിറ്റിയിലും ലോജിക്, റെസ്പെക്ട്, ഫെയർനെസ് ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, അതിനെതിരെ പ്രതികരിക്കണം. ഒരു നല്ല സൊസൈറ്റിക്ക് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ കിടന്ന് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാരെ കൂട്ടുന്നതെന്നല്ല റിയൽ സ്ട്രെങ്ത് വരുന്നത്. ശരിയായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് റിയൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. സോ ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോൾ അതിനെപ്പറ്റി കുറെ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടപ്പോൾ കുറെ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വന്നു. അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം അതിൽ കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം തന്നെ വീഡിയോ ഏകദേശം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. സോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ആളുകൾക്കെങ്കിലും ശരിയായിട്ടുള്ള സെൻസിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഐ വിൽ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.